രാജ്യത്താദ്യമായി സംഘടിപ്പിക്കുന്ന ഏഷ്യ പസഫിക് മേഖല ഡയറി സമ്മേളനത്തിന് ഉജ്ജ്വല തുടക്കം. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡും ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ത്രിദിന സമ്മേളനം സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. ക്ഷീരമേഖലയിലെ സാങ്കേതിക മുന്നേറ്റം കർഷകർക്ക് കൂടി ഗുണകരമാക്കണമെന്ന് ഉദ്ഘാടന വേളയിൽ മന്ത്രി കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന മന്ത്രാലയവും നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡും ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷനും ചേർന്ന് രാജ്യത്താദ്യമായി സംഘടിപ്പിക്കുന്ന റീജിയണൽ ഡയറി കോൺഫറൻസ് ഏഷ്യ പസഫിക് 2024 ത്രിദിന സമ്മേളനത്തിലാണ് കൊച്ചിയിൽ തുടക്കമായത്. സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ക്ഷീരമേഖല നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ ക്രിയാത്മകമായ നടപടികൾ ആവശ്യമാണെന്ന് ഉദ്ഘാടന വേളയിൽ മന്ത്രി പറഞ്ഞു. പാൽക്ഷാമം നേരിട്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദന രാജ്യമായി ഇന്ത്യ വളർന്നതിൽ ദശലക്ഷക്കണക്കിന് ക്ഷീര കർഷകരുടെ അത്യധ്വാനമുണ്ടെന്ന് മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. IDF പ്രസിഡന്റ് ഡോക്ടർ പിയർ ക്രിസ്ത്യാനോ ബ്രസാലെ ആമുഖ പ്രഭാഷണം നടത്തി. അരുണാചൽ പ്രദേശ് ക്ഷീരവകുപ്പ് മന്ത്രി ഗബ്രിയേൽ ഡെൻവാങ് വാങ്സു, NDDB ചെയർമാനും IDFന്റെ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി മെമ്പർ സെക്രട്ടറിയുമായ ഡോക്ടർ മിനേഷ് ഷാ, FAO ഇന്ത്യ ടകയുഗി ഹാഗിവാര, സംസ്ഥാന ക്ഷീര മൃഗസംരക്ഷണ വകുപ്പ് സെക്രട്ടറി പ്രണബ് ജ്യോതിനാഥ്, കേന്ദ്ര ക്ഷീര മൃഗസംരക്ഷണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി വർഷ ജോഷി, IDF ഡയറക്ടർ ജനറൽ ലോറൻസ് റിക്കൻ എന്നിവർ സംസാരിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ 20 രാജ്യങ്ങളിൽ നിന്നുള്ള 1000 പ്രതിനിധികളും 500 കർഷകരും പങ്കെടുക്കും. ആദ്യ ദിനത്തിൽ കാലാവസ്ഥാ വെല്ലുവിളികളെ നേരിടൽ, വൺ ഹെൽത്ത് തത്വങ്ങൾ, ഏഷ്യ പസഫിക് മേഖലയിലെ ക്ഷീര വ്യവസായ വളർച്ച, നൂതന വിപണന സമീപനങ്ങൾ, ക്ഷീരമേഖലയിലെ സമകാലിക വെല്ലുവിളികൾ എന്നിവ വിവിധ സെഷനുകളിൽ ചർച്ച ചെയ്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? എന്നാൽ നമുക്ക് കുറച്ച് വെറൈറ്റി ഫുഡ് കഴിച്ചാലോ? ഷാക്ക്, ബുസായി ബീഫ്, ഫിറ, കസാവ എന്നിങ്ങനെ 40ഓളം സോൾ സ്പെഷ്യൽ ഡിഷസ്. മാത്രമല്ല, നാടൻ വേണ്ടവർക്ക് നാടൻ, ചൈനീസ് വേണ്ടവർക്ക് ചൈനീസ്, അറബിക്ക് വേണ്ടവർക്ക് അറബിക്. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി ആൻഡ് പനമ്പള്ളി നഗർ.